ഏഴാമത്തെ കാര്യം, എല്ലാ സമയങ്ങളിലും തൗഹീദിന്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ 7 വാക്കുകളെ ശ്രദ്ധിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് മഹത്വമുള്ളവനാണ്, മാലാഖമാരുടെ അടുത്ത് മഹത്വമുള്ളവനാണ്. അതോടൊപ്പം അവന് സമുദ്ര സമാനമായ ദോഷങ്ങൾ അവനുണ്ടെങ്കിലും അള്ളാഹു താല അത് പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നു മാത്രമല്ല, നിസ്കാരം, നോമ്പ്, ഖുർആനോത്ത്, മറ്റു നന്മകൾ, ത്വാഅത്തുകളുടെ മധുരം അനുഭവിക്കാൻ അവന് പറ്റും. ഏതൊക്കെയാണ് 7 വാക്കുകൾ? കൃത്യമായി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ്. ബിസ്മി, എല്ലാ കാര്യം, എന്തു കാര്യം ചെയ്യുമ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം കുല്ലു അംരിൻ ദീബാലിൻ എന്നാണ്. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ബിസ്മി കൊണ്ട് തുടങ്ങുക. ബിസ്മി കൊണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹംദ് കൊണ്ട് അവസാനിപ്പിക്കുക. അതോടൊപ്പം പിന്നീട് ചെയ്യാം എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് പറയുക. മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവനിൽ നിന്ന് സംഭവിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹ് പറയുക. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ മുന്നിൽ കണ്ടാൽ അവൻ ഉടനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുക. ഒരു മുസീബത്ത് എത്തിപ്പെട്ടാൽ, സമ്പത്താവട്ടെ, ശരീരമാവട്ടെ, അവൻ്റെ മക്കളിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ഒരു മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. അതുപോലെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ക്രമമായിരിക്കണം. അവന് വിജയിക്കാൻ കഴിയും, അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നതനായി തീരാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.